Good morning to all. Good morning, ma'am. Good morning, ma'am. Morning, Morning. morning, miss. Yeah, morning. Okay, start ചെയ്യാം നമുക്ക്. Start ചെയ്തോളൂ കേട്ടോ. Prayer. Start ചെയ്യൂ. Prayer. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers if plead. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers if plead. But for the showers if plead. Thank you. Okay, and then Good morning to all. I am Selma from Alapi. I am here to signing today class. So I inviting Ashadi teacher. So welcome Ashadi teacher and my dear friends. okay. Then Tatasri. And it's Maya from Terai, Ernakulam. Dream, dream, dream. Dreams transform into thoughts, and thoughts result in action. Dr. APJ Abdul Kalam. Okay. Okay. അപ്പോൾ എനിക്കെന്റെ വിശേഷം സുഖാണോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? സുഖമായിട്ടിരിക്കണം മാം. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തവരെയും പോർഷൻസ് ഒക്കെ നോക്കിയിരുന്നോ? മനസ്സിലായോ? ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ എവിടെ വരെ എടുത്തേന്ന് പറയാവോ? ഏത് പ്രോണൗൺ ആയിരുന്നു? Reflective pronoun. Different types of pronouns. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോണൗൺസ് നോക്കി അതിൽ Relative ആണെന്ന് തോന്നുന്നു എടുക്കാനാണ്. പേഴ്സണൽ പ്രോണൗൺ, റിഫ്ലെക്സീവ്, എംഫാറ്റിക് പ്രോണൗൺ. ഈ 3 പ്രോണൗൺ നമ്മൾ നോക്കിയിരുന്നു അല്ലെ? 3 ക്ലിയർ ആണല്ലോ. എങ്ങനെയാ റിഫ്ലെക്സീവ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, എംഫാറ്റിക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതെല്ലാം ക്ലിയർ അല്ലേ? Yes, ma'am. So let's move on. The next pronoun is indefinite pronoun. Take your notebook and write down the gauging indefinite pronoun. Indefinite pronoun. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗൺസും നമ്മള് കീവേഡ്സ് വെച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, സോ കീവേഡ് പഠിക്കുക, അതേത് പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോ someone called when you were alone, someone called when you were alone എന്ന് പറയുമ്പോൾ അതില് someone എന്ന് പറയുന്ന ആ വേർഡിന് താഴെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കും ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് which pronoun is used there. Okay, yeah, it's okay സപ്ന, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. അപ്പോ someone എന്ന് പറയുന്ന വേർഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയുകയാണെങ്കിൽ 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് വരും. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ, റെസിപ്രോക്കൽ പ്രോണൗൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഏത് പ്രോണൗൺ ആയിരിക്കും അത്? ഇൻഡിഫിനൈറ്റ്. കാരണം അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എല്ലാ പ്രോണൗൺസിന്റെ കീവേഡ് പഠിച്ചു വെക്കണം. അങ്ങനെ കീവേഡ് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ അതില് റിഫ്ലെക്സീവും എംഫാറ്റിക്കും മാത്രമാണ് കുറച്ചുകൂടെ
കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് പഠിച്ചതാണ്. സോ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോണൗണും കീവേഡ്സ് വെച്ചിട്ടാണ് പഠിക്കേണ്ടത് കേട്ടോ. സോ റൈറ്റ് ഡൗൺ ദ കീവേഡ്സ് ഓഫ് ഇൻഡിഫിനൈറ്റ് പ്രോണൗൺസ്, which is everyone, everybody, someone, somebody, anyone, anybody, no one, nobody, everything, something, nothing, anything, none, some, all, few, many. Okay, ഇത്രയും കീവേഡ്സ് ആണ് ഈ പറയുന്ന ഇൻഫിനിറ്റ് പ്രൊണൗൺസിലുള്ളത്. കീവേഡ്സ് പഠിക്കുക. ഓക്കെ, ഏതൊക്കെ പ്രോണൗൺ ഏതൊക്കെ കീവേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് പഠിക്കാം കേട്ടോ. കഴിഞ്ഞു. ഈ നെക്സ്റ്റ് സെയിം അല്ലെ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ ആണ്. അതില് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ഈച്ച്, ഐദർ, നൈദർ. ഓക്കെ, ഈച്ച്, ഐദർ, നൈദർ, ഈ 3 പ്രോണൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസിൽ ഉള്ളത് കേട്ടോ. സോ ആ കീവേഡ്സ് നോട്ട് ചെയ്ത് വെക്കുക, ഹെഡിങ് കൊടുക്കാം. നമ്പർ 5 ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ and the keywords are each, either and neither. Each, either and neither. മാം ഒരു ഡൗട്ട് ഉണ്ടേ. മാം 33 പേജ് ലാസ്റ്റ് വണ്ണേ when more than 2 persons or things are meant, anyone or none is used എന്ന് ആ ഒരു പാരഗ്രാഫ് 43 എന്ന് പറഞ്ഞുതരുമോ? പേജ് നമ്പർ എത്രയാണ്? 33. അവിടെ നൺ യൂസ് ചെയ്യുന്ന 33-ല് when more than 2 persons or things are meant എന്ന് പറയുന്നത് അവിടെ. Yeah, when more than 2 persons or things are meant, anyone or none is used. Okay, more than രണ്ട് ആൾക്കാരിൽ കൂടുതൽ പേഴ്സണോ അല്ലെങ്കിൽ തിങ്സോ ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് മെയിൻ ചെയ്യുന്നതെങ്കിൽ anyone or none is used. anyone അല്ലെങ്കിൽ none യൂസ് ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരിക്കലും വരില്ല. ഓക്കെ, അത് ആ ഒരു പേടി വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഈ പോർഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. കീവേഡ്സ് എന്ന് പറയുന്നത് നൈദർ, ഐദർ, ഈച്ച്, ഐദർ, നൈദർ ആണ്. ഇത് 3 പഠിക്കുക. ഈ 3 ബേസ് ചെയ്ത് മാത്രമായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ. ഓക്കെ, ബാക്കി ഈ പറയുന്ന ഈ പോർഷൻ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ എടുക്കാത്ത പോർഷൻസിൽ നിന്നും ഞാൻ പറഞ്ഞു തരാത്ത പോർഷൻസിൽ നിന്നും ഒരിക്കലും ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അത് മാത്രമല്ല, എക്സാമിന് മുൻപായിട്ട് തന്നെ നമ്മൾ എക്സാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം റിവിഷൻ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു എക്സാമിന്റെ പേടി ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട. പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ആണ്, നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ടെക്സ്റ്റിലെ സെയിം, അതായത് ആ എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. കാരണം ഇംഗ്ലീഷ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കോമൺലി അവൈലബിൾ ആണ്. സോ പഠിച്ചതിന് ബേസ് ചെയ്ത് പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പക്ഷെ പഠിച്ചതിന് ബേസ് ചെയ്ത് മാത്രമേ വരൂ. ഓക്കെ, അപ്പോ ഡിസ്ട്രിബ്യൂട്ടീവ് കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് വൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ keywords this, these, that, those. This, these, that, those. ഈ 4 keywords ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ഉള്ളത്. അതായത് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും അല്ലെ. ദിസ് ഈസ് മൈ ഫാൻ, these are my friends, ഇവരെല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ്. സോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡും കൂടിയാണ് this, that, these, those എന്നൊക്കെ പറയുന്നത് അല്ലെ. എല്ലാവർക്കും നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണ്. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ ആ 4 കീവേഡ്സ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞോ? നെക്സ്റ്റ് വൺ ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ മീൻസ് അത് ക്വസ്റ്റ്യൻ ആയിരിക്കും.
ക്വസ്റ്റ്യൻ മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ അറിയാലോ WH ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഒരു അനിമലോ തിങ്സോ ഹ്യൂമൻ ബീങ്സോ ഒക്കെ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പറയുന്നത് പ്രോണൗണിനെ കുറിച്ചിട്ടാണ്. സോ പ്രോണൗണിനെ കുറിച്ച് പറയുമ്പോൾ അനിമൽസോ തിങ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സോ ആയിരിക്കും പ്രോണൗണിൽ വരുന്നത് അല്ലെ. ഹി ഓർ ഷീ ഇറ്റ് ഒക്കെ ആയിരിക്കും വരാം. സോ അങ്ങനത്തെ ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ പറയുന്ന ഇന്റർഗേറ്റീവ് വരാം. ഓക്കെ, അതായത് ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വാട്ട് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ വരാം. സോ ആ ക്വസ്റ്റ്യൻ വേർഡ്സ് കീവേർഡ്സ് എഴുതി വെക്കുക. ഹൂ, ഹൂസ്, ഹൂം, വാട്ട് ആൻഡ് വിച്ച്. അത് ഹൂ, ഹൂം, ഹൂസ് അല്ലെ, ഇതെല്ലാനും ഒരു പേഴ്സണെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ആര്, ആരെ, ആരുടെ എന്നൊരു ചോദ്യമാണ്. അതൊരു ഹ്യൂമൻ ബീങ്സ് ആയിരിക്കും. പക്ഷെ വാട്ട്, വിച്ച് എന്നുള്ളത് എന്താ? തിങ്സിനെയോ അനിമൽസിനെയോ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്റർഗേറ്റീവ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർഗേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിരിക്കും. അതായത് ലൈക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് എക്സാമിന് ഒരു സെന്റൻസ് ആയിട്ട് വരാം. വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം ഇസ് എ ക്വസ്റ്റ്യൻ അല്ലെ, ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. സോ അതിൽ വാട്ട് എന്ന് പറയുന്ന ആ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാം which pronoun is used there, identify the word, identify the underlying part എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ടും ക്വസ്റ്റ്യൻ ആയതുകൊണ്ടും നമുക്ക് ഓൾറെഡി ആൻസർ അറിയാം അല്ലെ. ഇറ്റ്സ് എ ഇന്റർഗേറ്റീവ് pronoun. Okay, കഴിഞ്ഞോ? Is it finished? Yeah. And the eighth one ഞാൻ പറയാട്ടോ. On the last one, ഇത് number 8 ഇട്ടോളൂ കേട്ടോ. Number 8, reciprocal pronoun. Reciprocal pronoun. Ninth one is a reciprocal pronoun and keyword each other, one another. So keywords are there, which is each other and one another. Each other, one another. ഇത് ഏറ്റവും സിമ്പിൾ വേയിൽ പഠിപ്പിക്കുന്നതാണ് കേട്ടോ ഞാൻ. അതാ കീബോർഡ് വരുന്നുണ്ടോ, കീബോർഡ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ മാത്രം പഠിക്കാം. ഓക്കെ, ക്ലിയർ? 8 പ്രോണൗൺ മനസ്സിലായോ? അതിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് റിഫ്ലെക്സീവ് എംഫാറ്റിക് ആണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന പറഞ്ഞു. ബാക്കി എല്ലാ പ്രോണൗൺസും കീവേർഡ്സ് വെച്ച് പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഇതുവരെ പറഞ്ഞ ഈ 8 പ്രോണൗണും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കൂ കേട്ടോ. മാം, ആ 8ാമത്തെ റിലേറ്റീവ് പ്രോണൗൺസ് അതൊന്ന് പറയാമോ? എന്റെ നെറ്റ് ഒന്ന് ഇതിന്റെ ഇടക്കൊന്ന് പോയായിരുന്നു. ഞാനിത് പറഞ്ഞിട്ടില്ല കേട്ടോ. ആണോ? ആ ശരി. ഓക്കെ, റിലേറ്റീവ് പ്രോണൗൺ കുറച്ച് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വെച്ചത്. ബാക്കിയെല്ലാം ഓക്കെ ആണോ? ഈ 8 എണ്ണം ഓക്കെ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് പറയാം. ഈ വേർഡ്സ് അടക്കം നോക്കിയാണെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ കാണാതെയാണെങ്കിലും മനസ്സിലാക്കിയാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യും. ഓക്കെ, ആരാ പ്രസന്റ് ചെയ്യാം? പേര് ടെക്സ്റ്റ് ചെയ്യാവോ? കാരണം 8 എണ്ണം ക്ലിയർ ആയെന്ന് എനിക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ലാസ്റ്റ് ഇതേ എടുക്കുള്ളൂ കേട്ടോ. കാരണം ലാസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അതിനൊരു ഒരുപാട് സമയം ആവശ്യമുണ്ട്. സോ 8 എണ്ണം ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്ത് എല്ലാവരും പേര് ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ എങ്ങനെ പറഞ്ഞു പോവല്ല കേട്ടോ. നിങ്ങളൊരു ക്ലാസ്സിലാണെന്നും നിങ്ങൾ സ്റ്റുഡൻസിന്റെ മുന്നിലേക്കാണ്, നിങ്ങൾ ടീച്ചർ ആണെന്നുള്ളത് ആ ഒരു ബോധത്തോടു കൂടി നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുക, ഒരു ക്ലാസ്സിൽ എങ്ങനെ എടുക്കുക, അല്ലെ പോർഷൻസ് എങ്ങനെ നമ്മൾ ക്ലാസ് ടീച്ച് ചെയ്യുക. സോ ആ രീതിയിൽ ഒന്ന് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കാണാം. ഓക്കെ, so text your name, then I will call you one by one. ഒരാളെ മാത്രമേ പേര് ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ആരും പറയുന്നില്ല. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യില്ല കേട്ടോ. കാരണം ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാം എന്തിനാണ് ഞാൻ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറയുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനിത് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ഓക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ എന്തായാലും പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ആണ്. ഞാനിത് റേസ് ചെയ്ത് ഭയങ്കര ഹാർഷായിട്ട് പറയുന്നതല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് പറയാൻ മാത്രമേ പറ്റൂ, അല്ലെ? ബാക്കിയൊക്കെ നിങ്ങളാ ചെയ്യണ്ടേ. പഠിപ്പിക്കാൻ പോകേണ്ടതും ജോലിക്ക് പോകേണ്ടതും പഠിപ്പിക്കേണ്ടതൊക്കെ നിങ്ങൾ തന്നെയാണ്. സോ അതിനൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും എന്തിന് ക്ലാസ്സിൽ പറയുന്നുണ്ടെങ്കിൽ, എന്തിന് വർക്ക് തരുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, ഞങ്ങൾക്ക് വേണ്ടിയല്ല. അത് ആദ്യം മനസ്സിലാക്കും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം അങ്ങനെ യൂസ് ചെയ്യുന്നവർ മാത്രമാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എല്ലാത്തിനും മടിയാണ്, എനിക്ക് പറയാൻ ഞാൻ ഭയങ്കര ഷൈ ആണ്, അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, അങ്ങനെ ചിന്തിക്കുന്നവരൊന്നും ജീവിതം രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല കേട്ടോ. സോ ആ ഒരു മൈൻഡ്, ആ ഒരു മെന്റാലിറ്റി ആദ്യം മാറ്റി വെക്കുക. അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല. ഇത് ആദ്യം മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി തന്നെയാണ് ഇതെല്ലാവരും പറയുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഫസ്റ്റ് റാഷിദ പറയൂ കേട്ടോ. റാഷിദ ടീച്ചറാണ്. നിങ്ങൾ എല്ലാവരും ടീച്ചറാണ് കേട്ടോ. ആ ഒരു ചിന്ത എപ്പോഴും വേണം. ടീച്ചറാണ്, ആ രീതിയിൽ ക്ലാസ് എടുക്കും കേട്ടോ. ഓക്കെ ഓക്കെ മാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രോണൗൺസിനെ പറ്റിയാണ്. പ്രോണൗൺ എന്ന് പറയുമ്പോൾ പ്രോണൗൺ ഈസ് ദ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ. നൗണിന് പകരം നമ്മൾ യൂസ് ആക്കുന്ന, അതിന് ഇൻസ്റ്റെഡ് ആയിട്ട് യൂസ് ആക്കുന്ന ഇതാണ് പ്രോണൗൺസ്. എക്സാമ്പിൾ പറയുമ്പോൾ ഹി, ഷീ, ഇറ്റ്, അതൊക്കെ പ്രോണൗൺസ് ആണ്. പ്രോണൗൺസിന് 9 ടൈപ്സ് ഉണ്ട്. 9 തരത്തിലുള്ള പ്രോണൗൺസ് നമുക്കുണ്ട്. പേഴ്സണൽ പ്രോണൗൺ, എംപത്തറ്റിക് പ്രോണൗൺ, ഇൻഡെഫിനൈറ്റ് പ്രോണൗൺ, distributive pronoun, reflexive pronoun, demonstrative pronoun, interrogative pronoun, reciprocal pronoun, relative pronoun. ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രോണൗൺസിനെ പറ്റിയാണ്. പേഴ്സണൽ പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയുന്നതാണ് പേഴ്സണൽ പ്രോണൗൺ. അതിൽ തന്നെ 3 ടൈപ്സ് വരുന്നുണ്ട്. സബ്ജക്റ്റീവ് പ്രോണൗൺ, ഒബ്ജക്റ്റീവ് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ. സബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഐ, യു, വി, ദേ, ഇറ്റ്, ഷീ, ഹി, അതൊക്കെയാണ് സബ്ജക്ട് പ്രോണൗൺ. സബ്ജക്ട് പ്രോണൗൺ ആയിട്ട് വരുന്നതാണ് സബ്ജക്ട് പ്രോണൗൺ. അതിലുള്ളതാണ് ഐ, യു, വി, ദേ, ഇറ്റ്, ഷീ, ഹി ഒക്കെ. പിന്നെ ഒബ്ജക്റ്റ് പ്രോണൗൺ എന്ന് വരുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ സോ ഹിം. ഐ സോ ഹിം എന്ന് പറയുമ്പോൾ അതിൽ ഹിം ആണ് നമ്മുടെ ഒബ്ജക്റ്റ്. അതുപോലെ ഹിം, ആറ്, ദം, മീ, അസ്, ഹെർ, ഇറ്റ്സ്, യു, അതൊക്കെയാണ് ഒബ്ജക്ട് പ്രോണൗൺ. ഒരു സെന്റൻസിലെ ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഒബ്ജക്റ്റീവ് പ്രോണൗൺ. പിന്നെ അതിൽ തന്നെ പറഞ്ഞ വേറൊരു പ്രോണൗൺ ആണ് പൊസസീവ് പ്രോണൗൺ. പൊസസീവ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ എന്റെ, നിന്റെ, അവന്റെ, നിങ്ങളുടെ, ഇതിന്റെ എന്നൊക്കെ പറയുന്നതാണ് പൊസസീവ് പ്രോണൗൺ. മൈൻ, മൈ, അവർ, അവേഴ്സ്, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ, ഇതൊക്കെ പൊസസീവ് പ്രോണൗണിൽ വരുന്നതാണ്. അതിൽ തന്നെ മാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നോട് അവളെ പറ്റി പറയുന്നു, അങ്ങനെ ഒരു സെന്റൻസ് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ഞാൻ, ഐ, വി എന്നൊക്കെ ഫസ്റ്റ് പേഴ്സണും യു, യുവർ ഒക്കെ സെക്കൻഡ് പേഴ്സണും അവളെ പറ്റി പറയുമ്പോൾ അപ്പൊ ഷീ, ഹെർ, ഹി, ഹിസ് ഒക്കെ കടന്നു വരുന്നു. അത് തേർഡ് പേഴ്സണും ആകുന്നു. ഇനി ബേബി, ചൈൽഡ് എന്ന വേർഡ്സിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്ന പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ആണ്. അത് രണ്ടിനും നമ്മൾ യൂസ് ആക്കുന്ന, ബേബി, ചൈൽഡിനൊക്കെ നമ്മൾ യൂസ് ആക്കുന്ന പ്രോണൗൺ എന്ന് പറയുന്നത് ഇറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനൈറ്റ് പ്രോണൗൺ ആണ്. ഇൻഡെഫിനൈറ്റ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആരാണ്, എന്താണ് എന്നൊക്കെ പ്രോപ്പർ ആയിട്ട് പറയുന്നതാണ് ഇൻഡെഫിനൈറ്റ് പ്രോണൗൺ. അതിന്റെ കീവേഡ്സ് എന്ന് പറയുമ്പോൾ എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, നോബഡി, നോ വൺ, എവരിതിങ്, സംതിങ്, നത്തിങ്, എനിത്തിങ്, നൺ, സം, ഓൾ, ഫ്യൂ, മെനി. ഇതൊക്കെയാണ് ഇൻഡെഫിനൈറ്റ് പ്രോണൗണിന്റെ കീവേഡ്സ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ അത് എന്താണ് എന്ന് പറയുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഇനി അടുത്ത് വരുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിന്റെ കീവേഡ്സ് എന്ന് പറയുമ്പോൾ ഈച്ച്, എയ്തർ, നെയ്തർ ഒക്കെയാണ്. നമ്മൾ എംപത്തറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗണും ബാക്കി എല്ലാം കീവേഡ്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്. അതാണ് നമുക്ക് കൂടുതൽ എളുപ്പം. നമ്മൾ ഒരുപാട് അതിനെ പറ്റി അതിന്റെ ഡെഫിനിഷനൊക്കെ നോക്കി പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കീവേഡ്സ് പഠിച്ചു വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും.
എംഫത്തറ്റിക് പ്രോണോണിന്റെയും റിഫ്ലക്സീവ് പ്രോണോണിന്റെയും കീവേഡ്സ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് സെന്റൻസ് വരുമ്പോൾ നമുക്കത് മാറിപ്പോവാൻ ചേഞ്ച് ചെയ്ത് പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എംഫത്തറ്റിക് പ്രോണോൺ എന്ന് പറയുമ്പം നൗൺ അല്ലെങ്കിൽ പ്രോണോണിന് ശേഷമാണ് കീവേഡ് വരുന്നെങ്കിൽ അത് എംഫത്തറ്റിക് പ്രോണോൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഐ റിപ്പേർഡ് ദ ബൈക്ക് മൈസെൽഫ്. ഇതില് ബൈക്ക് എന്ന നൗണിന് ശേഷം കീവേഡ് മൈസെൽഫ് വരുന്നുണ്ട്. അതിന് മുമ്പ് എംഫത്തറ്റിക് പ്രോണോണിന്റെ കീവേഡ്സ് എന്ന് പറയുമ്പോൾ മൈസെൽഫ്, അവർ സെൽഫ്സ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, ദംസെൽഫ്സ്. ഇതൊക്കെയാണ് എംഫത്തറ്റിക് പ്രോണോണിന്റെ കീവേഡ്സ്. അപ്പോ അതിൽ പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഐ റിപ്പോർട്ട് ദ ബൈക്ക് മൈസെൽഫ്. ബൈക്ക് എന്ന നൗണിന് ശേഷം മൈസെൽഫ് എന്ന കീവേഡ് വരുന്നുണ്ട്. അപ്പോ അതൊരു എംഫത്തറ്റിക് പ്രോണോൺ ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ മൈസെൽഫ് റിപ്പേർഡ് ദ ബൈക്ക്. ഐ മൈസെൽഫ് റിപ്പേർഡ് ദ ബൈക്ക്. ഐ എന്ന പ്രോണോണിന് ശേഷം മൈസെൽഫ് എന്ന കീവേഡ് വരുന്നുണ്ട്. അപ്പോൾ അതും എംപത്തറ്റിക് പ്രോണോൺ ആണ്. അപ്പൊ എംപത്തറ്റിക് പ്രോണോൺ എന്ന് പറയുമ്പോൾ നൗഡ് അല്ലെങ്കിൽ പ്രോണോണിന് ശേഷം കീവേഡ് വരുന്നതാണ് എംപത്തറ്റിക് പ്രോണോൺ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതാണ് റിഫ്ലക്സീവ് പ്രോണോൺ. അതെന്ന് വെച്ചാൽ നമുക്കതിന് രണ്ട് രീതിയിൽ പഠിക്കാം. കീവേഡ്സ് നൗണിനോ പ്രോണോണിനോ ശേഷം കീവേഡ് വരാത്തത് റിഫ്ലക്സീവ് പ്രോണോൺ, അല്ലെങ്കിൽ വെർബിന് ശേഷം കീവേഡ് വരുന്നത് റിഫ്ലക്സീവ് പ്രോണോൺ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞല്ലോ ദ സെയിം കീവേഡ്സ് ഓഫ് എംപത്തറ്റിക് പ്രോണോൺ ആണ് റിഫ്ലക്സീവ് പ്രോണോൺ. റിഫ്ലക്സീവിന്റെ പ്രോണോണിന്റെയും കീവേഡ്സ് എന്ന് പറയുമ്പോൾ മൈ സെൽഫ്, അവർ സെൽഫ്സ്, യുവർ സെൽഫ്സ്, ഹിം സെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, ദം സെൽഫ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ്. യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ്. ഇവിടെ യു എന്നുള്ളതാണ് നമ്മുടെ പ്രോണോൺ, പക്ഷെ അതിന് ശേഷം നമുക്ക് കീവേഡ് വരുന്നില്ല. ബ്ലെയിം, യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ്. ബ്ലെയിം എന്ന് പറയുന്നത് വെർബാണ്. ആ വെർബിന് ശേഷമാണ് നമ്മുടെ കീവേഡായ യുവർ സെൽഫ് വരുന്നത്. അതുകൊണ്ട് ഒന്നെങ്കിൽ വെർബിന് ശേഷം കീവേഡ് വരുന്നെങ്കിൽ അത് റിഫ്ലക്സീവ് പ്രോണോൺ, അല്ലെങ്കിൽ നൗണിനോ പ്രോണോണിനോ ശേഷം കീവേഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് പ്രോണോൺ. രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം. നമുക്ക് വേണമെങ്കിൽ വെർബിന് ശേഷം കീവേഡ്സ് വരുമ്പോൾ പ്രോണോൺ എന്ന് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തുള്ള ഒരു പ്രോണോൺ ആണ് ഇന്ന് മാം എടുത്തതാണ് ഡിമോൺസ്ട്രേറ്റീവ് പ്രോണോൺ. അതിന്റെ കീവേഡ്സ് പഠിച്ചു വെച്ചാൽ മതി. ദീസ്, ദിസ്, ദീസ്, ദാറ്റ്, ദോസ്, അതൊക്കെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോണിന്റെ കീവേഡ്സ്. ഇനി അടുത്ത് ഇന്ററോഗേറ്റീവ് പ്രോണോൺസ്. അതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന പ്രോണോൺസ് ആണ്. WH ക്വസ്റ്റ്യൻസ് ഇല്ലേ, നമ്മുടെ ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്, അങ്ങനെ. അതിനിപ്പോ ആൻസർ വരുന്ന നമ്മുടെ പ്രോണോൺസ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ്, അതൊക്കെ ആയിരിക്കും. ഹൂ, ഹൂസ്, ഹൂം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഒരാളെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. ആര്, ആരുടെ, ആരാ എന്നൊക്കെ. വാട്ട്, വിച്ച് ഒക്കെ പറയുമ്പോൾ ഒരു സാധനം അല്ലെങ്കിൽ പ്ലേസ്, അതിനൊക്കെ പറ്റി, തിങ്സിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. അതിന്റെയൊക്കെ ആൻസർ ഇറ്റ്, അതൊക്കെ ആയിരിക്കും വരുന്നത്. ഹൂ, ഹൂസ്, ഹൂം ഒക്കെ വരുമ്പോൾ ഷീ, ഹി, ഹെർ എന്നൊക്കെ ഉള്ള പ്രോണോൺസ് ആയിരിക്കും അതിന് ആൻസർ ആയിട്ട് വരണം. അപ്പൊ ഇന്ററോഗേറ്റീവ് പ്രോണോൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ വേണ്ടി യൂസ് ആക്കുന്ന പ്രോണോൺസ് ആണ് WH ക്വസ്റ്റ്യൻസ്. ഹൂ, ഹൂസ്, ഹൂം, വാട്ട്, വിച്ച്, അതൊക്കെയാണ് അതിലെ പ്രോണോൺസ്. പിന്നെ അടുത്ത് മാം പറഞ്ഞതാണ് റെസിപ്രോക്കൽ പ്രോണോൺ. അതെന്ന് പറയുമ്പോൾ ഈച്ച് അതർ, വൺ അനദർ. ഇത് രണ്ട് കീവേഡ് ആണ് അതിൽ വരുന്നത്. ഇത്രയാണ് മാം ക്ലാസ് എടുത്ത. ഈ റിലേറ്റീവ് പ്രോണോൺ എടുത്തിട്ടില്ല. ഓക്കെ രാഷിദ, നന്നായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ. Okay, and Jared. Good morning all. Before the class we are studied, the topic was the pronoun. എന്താണ് pronoun? Pronoun എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, noun, pronoun. നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡ്, അതായത് പ്ലേസ് ഓഫ് എ noun or avoid the repetition. അതായത് നമ്മൾ ഒരു നൗൺ, നമ്മളിപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീര ഈസ് എ ഗുഡ് ഗേൾ, മീര ഈസ് വെരി ക്ലവർ, മീര ഈസ് വെരി ഇന്റലിജന്റ്. ആ മീര 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 എന്ന് കേൾക്കുമ്പോൾ നമുക്കതൊരു അരോചകമാണല്ലോ. എന്തിനാ ഇങ്ങനെ എപ്പോഴും മീര 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 എന്ന് പറയുന്നത്? അപ്പൊ അതിന് പകരമായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എടുക്കുമ്പോൾ, ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ പറയുമ്പോൾ മീര ഈസ് എ ഗുഡ് ഗേൾ, മീര ഈസ് എ നൗൺ. മീര ഒരു ഫെമിനൈൻ ജെൻഡർ ആയതുകൊണ്ട് നമ്മൾ മീരയ്ക്ക് പകരം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഷീ. ആ ഷീ ആണ് അവിടുത്തെ പ്രോണോൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രോണൗണിന്റെ ഒരു ഡെഫിനേഷൻ പോലും നമ്മൾ പഠിച്ചു വെക്കുവാണെങ്കിൽ നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡ്, ഇവിടെ മീര ഈസ് എ ഗുഡ് ഗേൾ എന്ന് പറയുമ്പോൾ മീര നൗണ്, അതിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡ് പ്രോണൗൺ, അതാണ് ഷീ. ഇതാണ് പ്രോണൗൺ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനിയും
ഈ പ്രോണോണിനെ നമ്മൾ ഒരു 9 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് പേഴ്സണൽ പ്രോണോൺ, എംഫറ്റിക് പ്രോണോൺ, റിഫ്ലെക്സീവ് പ്രോണോൺ, ഇൻഡെഫിനിറ്റ് പ്രോണോൺ, ഡിസ്ട്രിബ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ് ആൻഡ് റെസിപ്രോക്കൽ പ്രോണോൺ. ഓക്കെ, ഇതിലെ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് പേഴ്സണൽ പ്രോണോൺ ആണ്. ഇതിനകത്ത് നമ്മൾ കീവേഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അതിൽ 4 പ്രൊണൗൺസിന്റെ നമ്മൾ അതിന്റെ ബേസിക് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കീവേഡ്സ് നമ്മൾ പഠിച്ചിരിക്കുക. അതിലെ ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് പേഴ്സണൽ പ്രൊണൗൺ ആണ്. പേഴ്സണൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു വ്യക്തി അല്ലെ. അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള നൗൺസ് ഉണ്ട്. നമ്മൾ ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൊണൗൺ എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ പ്രൊണൗണിനെ തന്നെ നമ്മൾ 3 ആയിട്ട് വീണ്ടും നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. അതാണ് സബ്ജക്ട് പ്രോണൗൺ, ഒബ്ജക്ട് പ്രോണൗൺ ആൻഡ് പോസിറ്റീവ് പ്രോണൗൺ. അതിലെ സബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ എന്ന് പറയുന്നത് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ്. അറിയാലോ, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് വെച്ചാൽ നിങ്ങൾ, വി എന്ന് വെച്ചാൽ ഞങ്ങൾ, ദേ അവർ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് അത് ഒരു ഇത്. ക്ലിയർ? നെക്സ്റ്റ് ഒബ്ജക്ട് പ്രോണൗൺ. ഒബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുമ്പോൾ മീ, യു, അസ്, ദം, ഹിം, ഹർ, ഇറ്റ്. ഇതാണ് ഒബ്ജക്ട് പ്രോണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹിം എന്ന് പറഞ്ഞാൽ അവൻ, എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ദം എന്ന് പറഞ്ഞാൽ അവർ, അവരെ, ഞങ്ങളെ, നിങ്ങളെ. നമ്മളൊരു മലയാളത്തിൽ നമ്മൾ ഒരു ഇത് പറയല്ലേ, ഈ എന്നുള്ള ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നതാണ് ഇവിടെ നമ്മൾ അവിടെ ഒരു ഒബ്ജക്ട് പ്രോണൗണായിട്ട് നമ്മൾ എടുക്കുന്നത്. മീ, യു, അസ്, ദം, ഹിം, ഹർ, ഇറ്റ്. ക്ലിയർ ആയല്ലോ? അടുത്തതാണ് പൊസസീവ് പ്രോണൗൺ. പൊസസീവ് പ്രോണൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈ ഓർ മൈൻ, യുവർ, അവർ, അവേഴ്സ്, ദേർ, ഹിസ്, ഹെർ, ഇറ്റ്സ്. അതായത് എന്റെ. ഇപ്പൊ യുവർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ, അവർ, അവേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ, ദേർ അവരുടെ, ഹിസ് അവളുടെ, സോറി അവന്റെ, അവനുടെ, അല്ലെങ്കിൽ ഹെർ അവളുടെ. അപ്പൊ ഡേ എന്നുള്ള ഒരു തർജിമ വരുന്നതിനെയാണ് നമ്മൾ പൊസസീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഐ സോ ഹിം എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഐ സോ ഹെർ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടുത്തെ ഐ എന്ന് പറയുന്നത് ആണ് സബ്ജക്ട് പ്രോണൗൺ. ഹിം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട് പ്രോണൗൺ. ഇത്രയും പാട്ട് ക്ലിയർ ആയല്ലോ? അടുത്ത് നമ്മൾ പറയുന്നത്, ഇനി നമ്മൾ പഠിക്കുന്നത് എംഫറ്റിക് പ്രോണൗൺ ആണ്. അതില് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഈ പേഴ്സണൽ പ്രോണൗണിന്റെ അകത്ത് ചില വേർഡ്സ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ബേബി ആൻഡ് ചൈൽഡ്. ബേബി ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്ക് തന്നിരിക്കട്ടെ ഒരു സെന്റൻസിൽ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇവിടെ നമുക്ക് ജെൻഡർ ഏതാന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമുക്ക് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ജെൻഡർ ഏതാ നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോണൗൺ ഇറ്റ് ആയിരിക്കും. ബേബി ആൻഡ് ചൈൽഡ്, ബേബി മസ്കുലിൻ ആണോ ഫെമിനിൻ ആണോ നമുക്കറിയില്ല. സോ നമ്മൾ വി ക്യാൻ റൈറ്റ്, നമ്മൾ അവിടെ ഇരുന്ന് പ്രോണൗൺ പറയുന്നത് ഇറ്റ് ആയിരിക്കും. ഇത്രയുമാണ് പേഴ്സണൽ പ്രോണൗൺ നമുക്ക് പഠിക്കേണ്ടത്. ഇനിയും പറയുന്നത് പഠിക്കാൻ പോകുന്ന എംഫാറ്റിക് പ്രോണൗൺ ആണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, എംഫാറ്റിക് പ്രോണൗണും റിഫ്ലെക്സീവ് പ്രോണൗണിന്റെ അതും രണ്ടും സെയിം കീവേഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. രണ്ടും മൈസെൽഫ് ആണ്, അവർ സെൽഫ്സ് ആണ്, യുവർ സെൽഫ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ? അപ്പൊ അതിൽ നമുക്കൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം. നോക്കാം. എംഫാറ്റിക് പ്രോണൗൺ എന്ന് പറഞ്ഞാല് നമുക്കൊരു സെന്റൻസ് നമുക്ക് തരുന്നു. അപ്പൊ അതില് നമുക്ക് നൗണോ പ്രോണൗണോ ചേർത്തുള്ള ഒരു സെന്റൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൗണിന് ശേഷം വരുന്ന കീവേഡ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നൗണിന് ശേഷമാണ് നമുക്ക് മൈസെൽഫ് എന്നൊരു വേർഡ്, നമുക്ക് ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അത് എംഫാറ്റിക് പ്രോണൗൺ ആണെന്ന്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്, or I myself repaired the bike. ഓക്കെ, അതില് ഇവിടെ ബൈക്ക് എന്ന് മെൻഷൻ ചെയ്തേക്കുന്ന ബൈക്ക് ഇല്ലേ, ഒരു ഇതാണല്ലോ, ഒരു ബൈക്ക് ഒരു വെഹിക്കിൾ ആണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെഹിക്കിൾ എന്താണ്, അതൊരു നൗൺ ആണ്. അപ്പൊ ബൈക്ക് കഴിഞ്ഞിട്ടാണ് മൈസെൽഫ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമ്മൾ അവിടെ മനസ്സിലാക്കണം നൗണിന് ശേഷമാണ് കീവേഡായ മൈസെൽഫ് വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാം അത് എംഫാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് റിഫ്ലെക്സീവ് പ്രോണൗൺ. റിഫ്ലെക്സീവ് പ്രോണൗണും എംഫാറ്റിക് പ്രോണൗണും സെയിം ആണ് നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ നോർമലി ഒരു ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അങ്ങനെയാണ് നമ്മുടെ ഒരു സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവിടെ വെർബിന് ശേഷമാണ് നമ്മുടെ ഈ
കീവേഡ് വരുന്നതെങ്കിൽ, ഈ പറഞ്ഞ മൈസെൽഫ് ഓർ ഔട്ട് സെൽഫ് ഓർ ദംസെൽഫ് എക്സെട്ര വരുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആയിരിക്കും. അപ്പൊ എളുപ്പത്തിൽ പറയുവാണെങ്കിൽ നൗണിന് ശേഷമാണ് നമ്മുടെ ഈ കീവേഡ് വരുന്നതെങ്കിൽ അവിടെ എംഫറ്റിക് പ്രോണൗൺ, വെർബിന് ശേഷമാണ് കീവേഡ് വരുന്നതെങ്കിൽ അവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ. ഇത്രയുമാണ് ഈ രണ്ട് പ്രോണൗൺസിന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ക്ലിയർ ആയല്ലോ? അടുത്ത് നമുക്ക് ഇനി പഠിക്കേണ്ടത്, ഇനി നമുക്ക് പഠിക്കാനുള്ള ബാക്കിയുള്ള അത്രയും പ്രൊണൗൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മളൊന്ന് കീവേഡ്സ് നമ്മൾ ബൈ ഹാർട്ട് ആക്കി വെക്കാം. അതിൽ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ നമുക്ക് നോക്കാം. ഇൻഡെഫിനിറ്റ് പ്രോണൗൺ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുവാണെങ്കിൽ, നൗൺസ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുവാണ്, പ്രൊണൗൺസ് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് എടുക്കേണ്ടത്. അവിടെ പഠിക്കേണ്ടത് എവരി വൺ ഓർ എവരിബഡി, സം വൺ ഓർ സംബഡി, എനി വൺ ഓർ എനിബഡി, നോ വൺ ഓർ നോബഡി, എവറിത്തിങ്, സംതിങ്, എനിത്തിങ്, നത്തിങ്, നൺ, സം, ഓൾ, ഫ്യൂ, മെനി. അത് ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ചായിട്ട് നമുക്കത് കോറിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു കീവേഡാണ് നമ്മുടെ സയൻസ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രോണൗൺ ഏതാന്ന് ചോദിച്ചാൽ ഇൻഡെഫിനിറ്റ് പ്രോണൗൺ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് ഈച്ച്, ഐദർ, നൈദർ, ഇത്രയുമാണ് ആ മൂന്നിൻ്റെ അകത്ത് ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗണിനകത്ത് വരുന്ന കീവേഡ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഈച്ച്, ഐദർ, നൈദർ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗണിന്റെ അകത്ത് വരുന്നത് ദീസ്, ദീസ്, ദാറ്റ്, ദോസ്. ഇതാണ് ടി എച്ച് എന്ന് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് പഠിച്ചാൽ മതി, ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ ദീസ്, ദീസ്, ദാറ്റ്, ദോസ്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കേണ്ടത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതായത് വാട്ട്, വെന്ന്, വേറെ, വിച്ച്, അങ്ങനെ WH ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ നോട്ട് ചെയ്യേണ്ടത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആണ്. നമുക്ക് മനസ്സിലാക്കാം. അവിടെ ഹൂ, ഹൂസ്, ഹും എന്ന് പറയുമ്പോൾ അത് ആരൊരു വ്യക്തിയെ, പേഴ്സണെ ആണ് സൂചിപ്പിക്കുന്നത്. വാട്ട്, വെന്ന്, വിച്ച് അതൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു സാധനത്തിനെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കുക അത് ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഓർത്തിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ നമ്മളിപ്പോൾ പഠിച്ചത് റെസിപ്രോക്കൽ പ്രോണൗൺ ആണ്. അതും കീവേഡ്സ് പഠിച്ചു വെക്കുക. ഈച്ച് അതർ, ആൺ, വൺ, അനദർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് പ്രോണൗൺ ആണ്. ഇത്രയുമാണ് ഈ 9 പ്രോണൗൺസിന് പഠിക്കുക, അതിന്റെ കീവേഡ്സ് പഠിക്കുക, ദെൻ പ്രോണൗൺ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Okay, Jaren. Very good. And next one, Gladys. Gladys, ക്ലാസ്സിലുണ്ടോ? Gladys ഇല്ല. Okay. Next, Mindu Moore. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രോനൗണിനെ കുറിച്ചാണ്. അപ്പം പ്രോനൗൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗണിന് പകരം ഒരു നാമത്തിന് അല്ലെങ്കിൽ ഒരു പേരിന് പകരം യൂസ് ചെയ്യുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പേര് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പകരം യൂസ് ചെയ്യുന്ന വാക്കുകളാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. റെപ്പിറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ആ പേര് നമുക്ക് റിപ്പീറ്റ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റും. ഈ പ്രോനൗണിനെ തന്നെ നമ്മൾ 9 തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത് മനസ്സിലാക്കാം, പേഴ്സണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മളെ കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ പറയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെയാണ് പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. അതില് പേഴ്സണൽ പ്രോനൗണിനെ സബ്ജക്ട് പ്രോനൗൺ എന്നും ഓബ്ജക്ട് പ്രോനൗൺ എന്നും പോസസീവ് പ്രോനൗൺ എന്നും പറയുന്നു. അതിൽ സബ്ജക്ട് പ്രോനൗൺ ആയതുകൊണ്ട് എന്നെ കുറിച്ചും നമ്മളെ കുറിച്ചും പറയുന്നത് കൊണ്ട് ഐയും വിയും സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ ഉണ്ട് ഐ, യു, ബി, ദേ, ഹി, ഷീ, ഇതെല്ലാം സബ്ജക്റ്റ് വരുന്നതുകൊണ്ട് സബ്ജക്ട് പ്രോനൗൺ ആയിട്ട് പറയുന്നു. പിന്നെ സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങളോടാണ്. അപ്പം യു, നിങ്ങളെ കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ അത് യു ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു. മീ, യു, അസ്, ദം, ഹിം, ഹർ, ഇറ്റ് ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ട് വരുന്നത്. പിന്നെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് പൊസസീവ് ആയതുകൊണ്ട് തന്നെ ഒരു ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി, നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്
പൊസസീവ് പ്രോണൗൺ യൂസ് ചെയ്യുന്നതോടെ മൈ ഓർ മൈൻ യൂസ് ചെയ്യുന്നു. പിന്നെ യു, യുവർ, അവർ, അവേഴ്സ്, ദെയർ, ഹിസ്, ഹെർ, ഇറ്റ്സ് അങ്ങനെ കുറച്ച് കീവേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. എന്റെ അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ ആണെന്ന് കാണിക്കാൻ വേണ്ടി, നമ്മളെ പോസിറ്റീവായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ആ കീവേഡ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് രണ്ടാമത്തെ പ്രോണൗൺ ആണ് എംഫാറ്റിക് പ്രോണൗൺ. അതെന്ന് പറയുന്നത് നൗണിന് ശേഷമോ അല്ലെങ്കിൽ പ്രോനൗണിന് ശേഷമോ വരുന്നതാണ് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. അതിൽ ബൈക്ക് എന്ന് പറയുന്നത് നൗൺ ആണ്. അതിനുശേഷം വന്ന കീവേഡ്സ് ആണ്. ഇതിൽ കുറച്ച് കീവേഡ്സ് പറയുന്നത് മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ് അങ്ങനെ കുറെ കീവേഡ്സ് പറയുന്നുണ്ട്. അത് നൗണിനോ അല്ലെങ്കിൽ പ്രോനൗണിനോ ശേഷമാണ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുന്നു. അത് കഴിഞ്ഞുള്ള ഒരു എക്സാമ്പിൾ ആണ് ഐ മൈസെൽഫ് റിപ്പയർഡ് ദ ബൈക്ക് എന്ന് പറയുന്നത്. ഇതിൽ മൈസെൽഫിന് മുമ്പേ കിടക്കുന്ന ഐ എന്നുള്ളൊരു പ്രോനൗൺ ആണ്. അതുകൊണ്ട് തന്നെ അത് എംഫാറ്റിക് പ്രോനൗൺ ആണെന്ന് പറയാൻ പറ്റും. അടുത്ത റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവും എംഫാറ്റിക്കും സെയിം കീവേഡ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഇത് എംഫാറ്റിക് പ്രോനൗൺസിന് നൗണിനും പ്രോനൗണിനും ശേഷമാണ് എംഫാറ്റിക് പ്രോനൗൺ വരുന്നതെങ്കിൽ ഇത് വെർബിന് ശേഷമാണ് റിഫ്ലെക്സീവ് കീവേഡ്സ് വരുന്നത്. അതിന് എക്സാമ്പിൾ യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ് ഫോർ ദിസ് മിസ്റ്റേക്ക്. ഇതില് യുവർ സെൽഫ് കീവേഡ്സ് സെയിം തന്നെയാണ്. എംഫാറ്റിക്കിന്റെ സെയിം കീവേഡ്സ് തന്നെയാണ് റിഫ്ലെക്സീവിന് യൂസ് ചെയ്യുന്നത്. അതില് യുവർ സെൽഫിന് മുമ്പേ കിടക്കുന്നത് ബ്ലെയിം എന്ന് പറയുന്ന വെർബ് ആണ്. ആ വെർബിന് ശേഷം യുവർ സെൽഫ് വന്നതുകൊണ്ടാണ് അവിടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആയിട്ട് പറയുന്നത്. രണ്ടും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എംഫാറ്റിക് എന്ന് പറയുമ്പോൾ നൗണിനോ അല്ലെങ്കിൽ പ്രോനൗണിനോ ശേഷമാണ് വരുന്നത്. റിഫ്ലെക്സീവ് എന്ന് പറയുന്നത് വെർബിന് ശേഷം വരുന്നത് കൊണ്ടാണ് റിഫ്ലെക്സീവ് പ്രോനൗൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എവ്രിബഡി, എവ്രി വൺ, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവ്രിതിങ് അങ്ങനെ കുറച്ച് കീവേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത് ഈച്ച്, ഐദർ, നെയ്തർ എന്നുള്ള കീവേഡ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ്. പിന്നെ ഇൻട്രോഗേറ്റീവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. അത് ഡബ്ല്യൂസ് ക്വസ്റ്റ്യൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിൽ കീവേഡ്സ് ആണ് ഹു, ഹുസ്, ഹും, വാട്ട്, ഈച്ച്. അതില് ഈ ഹൂ, ഹുസ്, ഹും എന്നൊക്കെ പറയുമ്പോൾ ഹ്യൂമൻസ് എന്നാണ് ആൻസർ വരിക. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത വാട്ട്, വിച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും അല്ല അത് തന്നെ വാട്ട്, വിച്ച് പറയുമ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ ആനിമൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതുകൊണ്ട് വാട്ട് അതിന്റെ ആൻസർ വരിക അങ്ങനെയായിരിക്കും വരിക. ഹൂ, ഹുസ്, ഹൂം എന്ന് പറയുമ്പോൾ നമ്മളത് ആര് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് ആ ഒരു മീനിങ് വരിക. അതത്രയുള്ള. അടുത്തത് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അതിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത് ഈച്ച് അതർ, വൺ അനദർ. അത്രേ അത് മനസ്സിലായുള്ള വിഷയം പറയുള്ളൂ. താങ്ക് യു. ഓക്കെ മിനുമോൾ. അഞ്ജു ജോസഫ് ഫീവർ ആണ്. യെസ് ഓക്കെ അഞ്ജു. Then Samna, yeah I know. Okay it's okay. Then Nurisha. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോണൗൺസിനെ കുറിച്ചാണ്. നൗണിന് പകരമായി നമ്മൾ തുടർച്ചയായി പറയുന്ന ഒരു പേരാണ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ രാജൻ ഈസ് ഗുഡ് പേഴ്സൺ എന്ന് പറയും, നല്ലൊരു ആളാണെന്ന് പറയും. വീണ്ടും രാജൻ വരുന്ന സ്ഥലം നമ്മൾ രാജൻ ഹീസ് ഫ്രം പിന്നെ കൊച്ചി എന്ന് പറയും. വീണ്ടും നമ്മൾ രാജൻ എന്നുള്ള പേര് നമ്മൾ പറയുമ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നും. അങ്ങനെ എപ്പോഴും ആ പേര് പറയാതെ അതിന് പകരം പറയുന്ന ഒരു പേരാണ് നമ്മൾ ഹി എന്ന് പറയും. അതുപോലെ പെണ്ണിനാണെങ്കിൽ നമ്മൾ ഷീ എന്ന് പറയും. ഒരു വസ്തുവിനെ നമ്മൾ ആ വസ്തുവിന്റെ പേര് എടുത്തെടുത്ത് പറയുന്നതിനാണെങ്കിൽ എടുത്തെടുത്ത് ആ വസ്തുവിന്റെ പേര് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാകുന്നതിന് നമ്മൾ അതിനെ ഇറ്റ്സ് എന്ന് പറയും. അങ്ങനെ നൗണിന് പകരമായി തുടർച്ചയെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പ്രോണൗൺസ് എന്ന് പറയുന്നത്. ഈ പ്രോണൗൺസിനെ തന്നെ 9 വിഭജിച്ചിട്ടുണ്ട്. അതില് പേഴ്സണൽ പ്രോണൗൺസ്,
അതിൽ തന്നെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പൊസസീവ് അങ്ങനെ വരുന്നുണ്ട്. അതിൽ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് എന്ന് നമ്മൾ പറയും. ഐ എന്ന് പറയുമ്പോൾ ഞാൻ. അതിൽ തന്നെ ഒബ്ജക്റ്റ് വരുമ്പോൾ ആ ഐ തന്നെ എന്നേന്നാകും. പിന്നെ അതുപോലെ പൊസസീവിൽ വരുമ്പോൾ പിന്നെ ഐ തന്നെ മൈൻ, എന്റേത്, മൈ എന്ന് പറയും നമ്മൾ. അതുപോലെ തന്നെ യുവർ. പൊസസീവിൽ വരുമ്പോൾ നമ്മൾ പിന്നെ സബ്ജക്റ്റിൽ യു എന്ന് പറഞ്ഞത് പൊസസീവിൽ നമ്മൾ വരുമ്പോൾ നിങ്ങളുടേതിന് പകരം നമ്മൾ യുവർ അങ്ങനെയൊക്കെ നമ്മൾ പറയും. പിന്നെ രണ്ടാമത്തെയാണ് എംഫാറ്റിക് പ്രോണൗൺസ്. അതിൽ നമ്മൾ എംഫാറ്റിക് പ്രോണൗൺസും റിഫ്ലെക്സീവ് പ്രോണൗൺസും തമ്മിൽ പിന്നെ അതിന്റെ കീവേഡ്സ് പിന്നെ അത് സെയിം തന്നെയാണ്. നമുക്ക് അന്നേരം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതിൽ ഏതാണ് നമുക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അന്നേരം നമ്മൾ എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നൗണിനോ പ്രോണൗൺസിനോ ശേഷമാണ് ഈ കീവേഡ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് നമ്മൾ പറയാം. നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ റിപ്പയർ ദ ബൈക്ക് മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ബൈക്ക് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്. ആ നൗണിന് ശേഷമാണ് മൈ സെൽഫ് എന്നുള്ള കീവേഡ് വന്നിരിക്കുന്നത്. അന്നേരം ഈ റിഫ്ലെക്സീവ് പ്രോണൗൺസിലാണെങ്കിൽ നമുക്ക് നോക്കാം, യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽവസ് ഫോർ ദ മിസ്റ്റേക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ബ്ലെയിം എന്ന് പറഞ്ഞുള്ള പിന്നെ വെർബിന് ശേഷമാണ് യുവർ സെൽവസ് വന്നിരിക്കുന്നത്. അന്നേരം നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എംഫാറ്റിക് പ്രോണൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണിനോ പ്രോണൗണിനോ ശേഷമാണ് ഈ കീവേഡ് വരുന്നതെങ്കിൽ അത് എംഫാറ്റിക് പ്രോണൗൺസും, വെർബിന് ശേഷമാണ് ഈ പിന്നെ യുവർ സെൽവസ് എന്നുള്ള കീവേഡ് വരുന്നതെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോണൗൺസുമാണെന്ന് പറയാം. പിന്നെ അടുത്തത് ഇൻഡെഫിനറ്റ് പ്രോണൗൺസ്. അതിൻ്റെ അകത്ത് ഇനി ബാക്കി വരുന്ന പ്രോണൗൺസിലെല്ലാം നമ്മൾ അതിന്റെ കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ പിന്നെ എംഫാറ്റിക് പ്രോണൗൺസിലും റിഫ്ലെക്സീവ് പ്രോണൗൺസിലും മാത്രമേ നമുക്കൊരു കൺഫ്യൂഷൻ വരത്തുള്ളൂ. പിന്നെ ബാക്കി എല്ലാത്തിനെയും നമ്മൾ അതിന്റെ കീവേഡ്സ് ബൈ ഹാർട്ട് ചെയ്താൽ മതി. പിന്നെ ഇൻഫിനിറ്റ് പ്രോണൗൺസിലാണെങ്കിൽ എവരിബഡി, സംവൺ, സംബഡി, നത്തിങ്, ഇതൊക്കെ എക്സെട്ര അതിൽ വരുന്നുണ്ട് കുറെയൊക്കെ. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺസിലാണെങ്കിൽ 3 വേർഡ്സേ ഉള്ളൂ നമുക്ക്, ഈച്ച്, എയ്തർ, നെയ്തർ. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസിലാണെങ്കിൽ ദിസ്, ദേസ്, ദാറ്റ്, ദോസ്. ഇന്ററഗേറ്റീവ് പ്രോണൗൺസിൽ അത് ഡബ്ല്യു വെച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന മോഡലിലുള്ള പിന്നെ വേർഡ്സ് ആയിരിക്കും വരുന്നത്. ഹൂ, ഹൂസ്, ഹോം, വാട്ട്, വിച്ച് എന്നിവയാണ് വരുന്നത്. പിന്നെ റെസിപ്രോക്കൽ പ്രോണൗൺസിൽ അതിൻ്റെ അകത്തും വരുന്നത് 2 വേർഡ്സേ വരുന്നുള്ളൂ, വൺ അനദർ, ഈച്ച് അതർ, വൺ അതർ. ഇത് 2 അനദർ, അത് രണ്ടും മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് കൺഫ്യൂഷൻ വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ റിഫ്ലെക്സീവ് പ്രോണൗൺസിലും എംഫാറ്റിക് പ്രോണൗൺസിലാണ് വരുന്നത്. അത് നമുക്ക് പഠിക്കാനുള്ള എളുപ്പ വഴിയാണ്. നൗണിനോ പിന്നെ പ്രോണൗണിനോ ശേഷമാണ് ആ വേർഡ് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം എംഫാറ്റിക് പ്രോണൗൺസ് ആണെന്ന്. വെർബിന് ശേഷമാണ് ആ കീവേഡ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം റിഫ്ലെക്സീവ് പ്രോണൗൺസ് ആണ്. എനിക്ക് ഇത്രയാണ് ടീച്ചർ മനസ്സിലായത്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺസ് ഞാൻ സ്കിപ്പ് ചെയ്തത്, അത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇന്റർവ്യൂവിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ദെൻ ബിൻഷ. Binsha, are you there? Yes, ma'am. Okay. Good morning, friends. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോണൗണിനെ പറ്റിയാണ്. നൗണിന് പകരമായി യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രോണൗൺ. ഇത് നൗൺ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് റിയ ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുന്ന റിയ എന്ന് പറയുന്നത് നൗൺ ആണ്. അത് തന്നെ വീണ്ടും നമ്മൾ റിയ എന്ന് എടുത്ത് പറയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഷീ എന്ന കീവേഡ് പ്രോണൗൺ ചേർക്കാം. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ അങ്ങനെ പറയാം. ഈ പ്രോണൗണിനെ തന്നെ 9 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പേഴ്സണൽ പ്രോണൗൺ ആണ് ആദ്യത്തേത്. അതിൽ സബ്ജക്റ്റ് പ്രോണൗൺ, ഒബ്ജക്റ്റ് പ്രോണൗൺ, പൊസസീവ് പ്രോണൗൺ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഐ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് പ്രോണൗൺ. ഐ, യു, വി, ദേ ആ വേർഡ്സ് ഒക്കെ വരുന്നതാണ് സബ്ജക്റ്റ് പ്രോണൗണിൽ വരുന്നത്. ഒബ്ജക്റ്റിലാണെങ്കിൽ മീ, യു, അസ്, ദം അങ്ങനെയുള്ള കീവേഡ്സ് വരുന്നതാണ്. പൊസസീവിലാണെങ്കിൽ മൈൻ, യുവർ, അവേഴ്സ്, ദെയർ എന്നൊക്കെ വരുന്നതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ചത് എംബാറ്റിക് പ്രോണൗൺ. നൗണിനോ പ്രോണൗണിനോ ശേഷം കീവേഡ് വന്നാൽ അത് എംബാറ്റിക് പ്രോണൗൺ ആണ്. എക്സാമ്പിൾ ആയിട്ട് ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈസെൽഫ്. ബൈക്ക് എന്ന നൗണിന് ശേഷമാണ് മൈസെൽഫ് എന്ന കീവേഡ് വന്നത്, അത് എംബാറ്റിക് ആണ്. റിഫ്ലെക്സീവിലാണെങ്കിൽ എംബാറ്റിക്കിൽ വന്നിരിക്കുന്ന കീവേഡ്സ് തന്നെയാണ് റിഫ്ലെക്സീവിലും വന്നിരിക്കുന്നത്. അന്നേരം നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ്.
അപ്പൊ ബ്ലെയിം എന്ന വെർബിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത്, യുവർ സെൽഫ് എന്ന കീവേഡ് വന്നിരിക്കുന്നത്. അന്നേരം നമുക്ക് അതിനെ തിരിച്ചറിയാം, റിഫ്ലക്സീവ് ആണെന്ന് തിരിച്ചറിയാം. പിന്നെ നാലാമത്തത് ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ. അതിലൊക്കെ നമുക്ക് എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, എനിബഡി അങ്ങനെ കീവേഡ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് അത് ഇൻഡിഫിനൈറ്റ് പ്രോനൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഡിസ്ട്രിബ്യൂട്ട് പ്രോനൗണിലാണെങ്കിൽ ഈച്ച്, എയ്തർ, നെയ്തർ ഈ 3 കീവേഡ്സ് ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് കീവേഡ്സ് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ, അതിനകത്ത് ദിസ്, ദീസ്, ദാറ്റ് ഇങ്ങനെയുള്ള കീവേഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്തെല്ലാം നമ്മൾ കീവേഡ്സ് ആണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. അതിന് അങ്ങനെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഇന്ററഗേറ്റീവ് പ്രോനൗൺസിലാണെങ്കിൽ ക്വസ്റ്റ്യൻ മോഡലാണ് വന്നിരിക്കുന്നത്. ഹൂ, ഹൂസ്, ഹും, വാട്ട്, വിച്ച് അങ്ങനെയുള്ള കീവേഡ്സ് ആണ് വരുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് റെസിപ്രോക്കൽ. അതിനകത്ത് ഈച്ച് അതർ, വൺ അനദർ, ഇതും കീവേഡ്സ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്കിത് പഠിക്കാൻ പറ്റും. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. Okay, Binsha. Then Anu. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിവിടെ പ്രൊനൗണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അതൊരു റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഷീ, ഹി, ഇറ്റ് എക്സെട്ര. അതായത് ഒരു മീരയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ പേര് പറഞ്ഞ് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ പേര് റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടി പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ഷീ എന്നും ഒരു ആൺകുട്ടിയുടെ പേരാണെങ്കിൽ നമ്മൾ പകരം ഹി എന്നും യൂസ് ചെയ്യുന്നു. അതിന് നമുക്ക് 9 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രൊനൗൺ. അതിൽ വരുന്നതാണ് സബ്ജക്ട് പ്രൊനൗൺ. അതായത് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഈ കീവേഡ്സ് ഒക്കെ വരുന്നത് സബ്ജക്ട് പ്രൊനൗണിലും. രണ്ടാമത്തത് ഒബ്ജക്ട് പ്രൊനൗൺ. അതായത് മീ, യു, അസ്, ദം, ഹിം, ഹെർ, ഇറ്റ് ഈ കീവേഡ്സ് ഒക്കെ വരുന്നത് ഒബ്ജക്ട് പ്രൊനൗണിലുമാണ്. ദെൻ മൂന്നാമത്തത് പൊസസീവ് പ്രൊനൗൺ. മൈ, മൈൻ, യുവർ, അവർ, അവേഴ്സ്, ദെയർ, ഹിസ്, ഹെർ, ഇറ്റ്സ് ഈ കീവേഡ് ഒക്കെ വരുന്നത് പൊസസീവ് പ്രൊനൗണിലുമാണ്. രണ്ടാമത്തത് എംഫാറ്റിക് പ്രൊനൗണ്. അതായത് അതിനകത്ത് കീവേഡ്സ് മൈ സെൽഫ്, അവർ സെൽസ്, യുവർ സെൽസ്, ഹിം സെൽഫ്, ഹെർ സെൽസ് ഇതൊക്കെയാണ് അതിൻ്റെ അകത്തെ കീവേഡ്. അതായത് നൗൺസിനോ ഒരു പ്രൊനൗണിനോ ശേഷമോ ഈ കീവേഡ് വന്നാൽ എംഫാറ്റിക് പ്രൊനൗണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമ്പിൾ ഐ റിപ്പയർഡ് ദ ബൈക്ക് മൈ സെൽഫ്. ബൈക്ക് എന്ന് പറഞ്ഞാൽ നൗണിനും ശേഷമാണ് മൈസെൽഫ് വന്നുകൊണ്ട് അത് എംഫാറ്റിക് പ്രൊനൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ മൈസെൽഫ് റിപ്പയർഡ് ദ ബൈക്ക്. ഐ എന്നുള്ളൊരു പ്രൊനൗണിന് ശേഷമാണ് മൈസെൽഫ് വന്നത്, അതുകൊണ്ടും അത് എംഫാറ്റിക് പ്രൊനൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തത് റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ്. അതായത് ഈ എംഫാറ്റിക് പ്രൊനൗൺസിലെ കീവേഡ് തന്നെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗണിൽ യൂസ് ചെയ്യുന്നത്. വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിഫ്ലെക്സീവ് പ്രൊനൗണിൽ ഒരു വെർബ് വേർഡിന് ശേഷമായിരിക്കും ഈ കീവേഡ്സ് വരുന്നത്. എക്സാമ്പിൾ ഹി കട്ട് ഹിംസെൽഫ്. കട്ട് എന്ന് പറയുന്നത് ഒരു വെർബ് ആയതുകൊണ്ട് ആ കട്ടിന് ശേഷമാണ് ഹിംസെൽഫ് എന്ന കീവേഡ് വന്നേക്കുന്നത് കൊണ്ട് അതൊരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫോർത്ത് വൺ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ. അതായത് എവരി വൺ, എവരിബഡി, സം വൺ, സംബഡി, എനി വൺ, എനിബഡി, നോ വൺ, നോബഡി ഇത്രയും കീവേഡ്സ് വരുവാണെങ്കിൽ അത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫിഫ്ത്ത് വൺ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. അതായത് ഈച്ച്, എയ്തർ ആൻഡ് നെയ്തർ ഈ 3 കീവേഡ് വരുന്ന ഇതാണെങ്കിൽ നമുക്കത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ആണെന്ന് അറിയാം. ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് വെച്ചാൽ കീവേഡ് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ഈ കീവേഡ്സ് വരുവാണെങ്കിൽ അതൊരു ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ഏഴാമത്തത്. അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് കീവേഡ്സ് ഹൂ, ഹൂസ്, ഹും, വാട്ട്, വിച്ച് ഇതൊക്കെ ആയിരിക്കും കീവേഡ്സ്. എയ്ത്ത് വൺ റെസിപ്രോക്കൽ പ്രൊനൗൺ. അതായത് കീവേഡ്സ് ഈച്ച്, ഈച്ച് അതർ, വൺ അനദർ ഈ കീവേഡ്സ് വന്ന റെസിപ്രോക്കൽ പ്രൊനൗൺ ആയിരിക്കും. ഇതില് എംഫാറ്റിക് പ്രൊനൗണും റിഫ്ലെക്സീവ് പ്രൊനൗണും മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് പഠിക്കേണ്ട. ബാക്കിയെല്ലാം കീവേഡ്സ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കത് ഏത് പ്രൊനൗൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു മിസ്. Okay, Anu. Then Miriya. ഒരു ഡൗട്ട് വെച്ചോട്ടെ?
അതായത് നമ്മുടെ ഈ പേഴ്സണൽ പ്രൊണൗൺസിൽ സബ്ജക്ട് പ്രൊണൗണും ഒബ്ജക്ട് പ്രൊണൗണും പൊസസീവ് പ്രൊണൗണും പറയുന്നുണ്ടല്ലോ. അതിൽ സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും യു വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഒബ്ജക്റ്റില് ഇപ്പൊ ഐ ലവ് യു എന്താ? സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും. ഐ ലൈക്ക് യു. ഐ ഫസ്റ്റ് പേഴ്സണും യു സെക്കൻഡ് പേഴ്സൺ, അങ്ങനെയാണോ? നോ, ഐ ലൈക്ക് യു എന്ന് പറയുന്ന സെന്റൻസിന്റെ മീനിങ് എന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറയാം അല്ലെ? ആ അപ്പോ മീനിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനാണ്. ഞാൻ അവിടെ എന്താണ്? ഫസ്റ്റ് പേഴ്സൺ ആണെന്നും പറയാം, സബ്ജക്റ്റ് ആണെന്നും പറയാം ഓ അല്ലെ? അതെ നിന്നെ അതെ. എന്നാണെങ്കിൽ നിന്നെ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് വരും. അത് ഒബ്ജക്റ്റീവ് ആണ്, സെക്കൻഡ് പേഴ്സൺ ആണെന്ന് പറയാം അല്ലെ? ആ ഓക്കെ. ഇനിയിപ്പോ ഓക്കെ. യു ആർ ബ്യൂട്ടിഫുൾ. യു ആർ ബ്യൂട്ടിഫുൾ. നീ സുന്ദരിയാണ്. ഇവിടെ യു എന്താണ്? നീ എന്നാ ഞാൻ പറഞ്ഞേ അല്ലെ? ആ അതെ, അപ്പൊ യു എന്തായി? സബ്ജക്റ്റ് ആയി. സബ്ജക്റ്റ്. ഓക്കെ. ഇങ്ങനെയാണ് സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലും വരാട്ടെ യു. ആ ശരി ശരി. ഓക്കെ. ഓക്കെ. വിരിയ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എംഫാറ്റിക് എന്നാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. നിങ്ങൾ ചിലര് മിസ്റ്റേക്കിലാണ് പറയുന്നത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എപ്പോഴും പറയാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ correctly pronounce each and every word. Okay, it's a emphatic, not empathetic. It's a emphatic pronoun. Okay, yeah. So Miriya, Yes, miss. Good morning. Good morning, miss, and good morning, everybody. Last classൽ നമ്മൾ പ്രൊണൗൺസ് ആണ് പഠിച്ചത്. അപ്പോൾ പ്രൊണൗൺസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് നൗൺസ്. അപ്പോൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് പ്രൊണൗൺസ് എന്ന് പറയുന്നത്. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജെയ്ഡൻ ഇസ് ബോയ്, ജെയ്ഡൻ ഇസ് LKG സ്റ്റുഡൻറ്റ്. അപ്പോൾ ആ റെപ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹി ഷീ എന്നൊക്കെ പറഞ്ഞ വേർഡ്സ് ഉപയോഗിക്കുന്നു. അതാണ്. അപ്പം പ്രൊണൗൺസിനെ 9 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രൊണൗൺസ്. പേഴ്സണൽ പ്രൊണൗൺസിലും ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 3ആയിട്ട്. സബ്ജക്ട് പ്രൊണൗൺസ്, ഒബ്ജക്ട് പ്രൊണൗൺസ്, പൊസസീവ് പ്രൊണൗൺസ്. ഫസ്റ്റ് വൺ സബ്ജക്ട് പ്രൊണൗൺസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് യൂസ്ഡ് ആസ് എ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്. അതായത് എക്സാമ്പിൾ ഐ ആം എ ടീച്ചർ, അതായത് ഐ ആണ് അതിലെ സബ്ജക്റ്റ്. ഐ, വി, യു അതൊക്കെയാണ് ആ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് വി, യു, അസ്, ഇറ്റ്. പൊസസീവില് മൈ, മൈൻ, അവേഴ്സ് അതൊക്കെയാണ് പൊസസീവ് പ്രൊണൗണിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എംഫാറ്റിക് പ്രൊണൗൺ. അത് നൗൺസിനും പ്രൊനൗൺസിനും ശേഷം വരുന്ന കീവേഡ്സ് വരുന്നതിനെയാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഈ എംഫാറ്റിക് പ്രൊനൗണും റിഫ്ലക്സീവ് പ്രൊനൗൺസിന്റെയും കീവേഡ്സ് സെയിം ആണ്. ഈ എംഫാറ്റിക് പ്രൊനൗൺസിന്റെ കീവേഡ്സ് മൈ സെൽഫ്, അവർ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, themselves. Example, we ourselves have to build our own strength. അപ്പം വി എന്ന് പറയുന്ന ആ പ്രൊനൗണിന് ശേഷം വരുന്നതാണ് ഈ ourselves, ആ കീവേഡ് വരുന്നത്. അതാണ് എംഫാറ്റിക് പ്രൊനൗൺസ്. നെക്സ്റ്റ് റിഫ്ലക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്, അതായത് വെർബിന് ശേഷം കീവേഡ് വരുന്നതാണ് റിഫ്ലക്സീവ് പ്രൊനൗൺ. Example, she has cured herself of the habit. Cured എന്ന് പറയുന്നതാണ് ഇതിനകത്തെ വേർബ്. പിന്നെ അതുപോലെ ഫസ്റ്റില് മറ്റേ പേഴ്സണൽ പ്രൊനൗൺസിനകത്ത് ബേബി ആൻഡ് ചൈൽഡ്, അതിനകത്ത് ജെൻഡർ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് പ്രൊനൗൺ ഇറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് റിഫ്ലക്സീവ് പ്രൊനൗൺസ്, ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്, അതും കീവേഡ്സ് ആണ്.
everyone, everybody, someone, somebody, anyone, anybody, no one, nobody, everything, something, anything, nothing, none, some, all, few, many. എക്സാമ്പിൾ everyone is to make a contribution. അതിനകത്ത് everyone ആണ് ആ കീവേഡ് വരുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗണിനകത്ത് ഈച്ച്, എയ്തർ, നെയ്തർ അതാണ് കീവേഡ്സ്. എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ ഗേൾസ് വാസ് ഗീവൺ എ പ്രൈസ്. അതിനകത്ത് ഈച്ച് ആണ് കീവേഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോനൗൺസിൽ കീവേഡ് ഇത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. അതിലെ കീവേഡ്സ് ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ആർ ആപ്പിൾസ് അതാണ് എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇൻറ്ററോഗേറ്റീവ് പ്രോനൗൺസ്. അത് WH ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻ മോഡലാണ് ഇത്. അതിലെ കീവേഡ്സ് ഹൂ, ഹൂസ്, whom, what, which. എക്സാമ്പിൾ what do you mean. പിന്നെ 8th one reciprocal pronoun. each other, one other അതാണ്. we must try to help each other. അതിൽ each other ആണ്. താങ്ക് യു മിസ്. Okay. Yeah. Sanila. Okay. It's okay. Clear. So എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുത്തവർ നന്നായിട്ട് ക്ലാസ് എടുത്തു. പിന്നെ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പലരും പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. വേ ഓഫ് ലേണിംഗ് ആൻഡ് വേ ഓഫ് ടീച്ചിങ് ഡിഫറെന്റ് ആണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അല്ലെ. ഓരോരുത്തരും പറഞ്ഞത് അവരുടേതായ സ്റ്റൈലിലാണ് അല്ലെ. സോ എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ് എടുത്തിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇത്രയും പേര് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാകാം. മേ ബി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാകാം അല്ലെ. സോ ഇതില് എന്താണ് അവർക്കത് പറഞ്ഞപ്പോ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയേ? നിങ്ങൾക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട്, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റും, എനിക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ കുറച്ചെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നൊരു നമുക്ക് തോന്നി അല്ലെ. ക്ലാസ് എടുത്തവർക്ക് തോന്നിയിട്ടുണ്ടാകും ആ ഒരു പ്രൗഡ് ഫീൽ നമുക്ക് തന്നെ. ഓക്കെ, ഞാൻ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുണ്ടാകാം മേ ബി നിങ്ങൾ അല്ലെ. നമുക്ക് ധൈര്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോകാം, ഒരു കുട്ടിയെ നമുക്ക് ധൈര്യമായിട്ട് പഠിപ്പിക്കാൻ പോകാം അല്ലെ. നമുക്ക് നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ട്, കഴിവുകളുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ ആ കഴിവ് യൂസ് ചെയ്യണം അല്ലേ. നമുക്ക് ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ, അല്ലാതെ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അതിന് കിട്ടുന്ന ചാൻസ് എല്ലാം നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാ ചാൻസും അത് ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ആണെങ്കിൽ അത് ഒരിക്കലും മിസ്യൂസ് ചെയ്യാതിരിക്കുക. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു അഡ്വൈസ് ആണ്. അഡ്വൈസ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലായിട്ട് കരുതാം. അത് ക്ലാസ്സിൽ മാത്രം പറയുന്ന ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് ഇതൊക്കെ വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് എത്ര ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസ് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. കാരണം പിന്നീട് അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇത് ഷുവർ ആണ്. നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ഇന്ന് അല്ലെ ഇപ്പൊ പ്രസന്റിൽ വരെയും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാകാം. മേ ബി ചെറുതോ വലുതോ എന്തെങ്കിലും ആവട്ടെ. അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു, എനിക്ക് അതൊന്നും ചെയ്യാൻ തോന്നിയില്ല, എനിക്ക് അതൊന്നും ചെയ്യേണ്ടതായിരുന്നു, മണ്ടത്തരാണ്, അത് കളഞ്ഞത് മണ്ടത്തരാണെന്ന് തോന്നാത്തവരെ ഇന്നത്തെ കാലത്ത് ആരുമില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ കിട്ടുന്ന ചാൻസ് എന്താണെങ്കിലും അത് യൂസ് ചെയ്യുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുത്തു, നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ നോട്ട് ചെയ്ത് എയ്തർ എന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് എയ്തർ, ഇറ്റ്സ് ഐദർ. ഓക്കെ, പ്രൊണൗൺസിയേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആസ് എൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊണൗൺസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, so how do you feel now when you present the topic? Teachers, എവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ എന്ത് തോന്നി എന്നുള്ളത് പറയൂ. മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആകാം. ഭയങ്കര എനർജി തോന്നുന്നു മാം, കോൺഫിഡന്റ് ആയി. കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. ക്ലാസ് എടുക്കാത്തവരോട് എന്താ പറയാനുള്ളത്? ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് ഞാൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഫസ്റ്റ് പറയണവരെ കേട്ട് ശ്രമിച്ചതാണെന്ന് പറയാനായിട്ട്. അങ്ങനെ ഓക്കെ ആയി, അല്ല മനസ്സിലായി. ഫസ്റ്റ് പറഞ്ഞു വന്നപ്പോ
കുറച്ചുകൂടി ക്ലിയർ ആവാനുണ്ടായിരുന്നു. ഇപ്പൊ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് കേട്ടപ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ക്ലാസ് എനിക്ക് മിസ്സായിരുന്നു മിസ്. അപ്പൊ ഞാൻ മിസ്സിന്റെ ആദ്യത്തെ അത് കേട്ടിട്ട് പിന്നെ ഒന്നും കേട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇവർ ഓരോരുത്തരും ക്ലാസ് എടുത്ത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അത് ക്ലിയർ ആയത്. മിസ്സിന്റെ ക്ലാസ് വിട്ടുപോയതിന്റെ ഒരു ഭാഗം എനിക്ക് ശരിക്കും ഇവരുടെ ക്ലാസ് ഓരോരുത്തരും പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ അത് അങ്ങോട്ട് മനസ്സിലായി. ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വേറെ വേറെ അല്ലേ. എന്തായാലും ക്ലാസ് എടുത്ത് എല്ലാവരോടും പറ. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം ഞാൻ ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മിസ്സായത് എനിക്ക് നേരെ കിട്ടില്ല കാണാനായിട്ട്. അപ്പൊ ഇവരെല്ലാവരും എടുത്തു കഴിഞ്ഞപ്പോ അവരുടെ ക്ലാസ് എല്ലാവരുടെയും നല്ലതായിരുന്നു. ഒന്നിനൊന്ന് വെച്ചായിരുന്നു. എല്ലാവരും അവരവരുടേതായ രീതിയിൽ പറഞ്ഞു. അപ്പോ അത് കേട്ട എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി. എല്ലാ പ്രൊനൗൺസിന്റെയും കീവേഡ്സ് കുറെയൊക്കെ ഇപ്പൊ തന്നെ ബൈഹാർട്ട് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് അപ്രിസിയേഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്കും പറയാം, എല്ലാവർക്കും പറയാം, എല്ലാവരും പറയണം. പ്രസന്റ് ചെയ്യുമ്പോഴാണത് എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അപ്പോ മനസ്സിലാവും. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ എല്ലാ 8 പ്രണാം നമ്മൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രണാം നമ്മൾ വിട്ടിട്ടുണ്ട് അല്ലെ, റിലേറ്റീവ് പ്രണാം. നന്നായിട്ട് പഠിക്കേണ്ടതാണ്. സോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇതേപോലെ പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും ഉണ്ടാവും. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് പറയാം. ഓക്കെ, എന്താണെങ്കിലും എന്നോട് പറയണം കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചാൻസ് ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇത് മോണ്ടിസോറി കോഴ്സ് ആണ്. സബ്ജക്ട് വൈസ് മാത്രമല്ല പഠിപ്പിക്കേണ്ടത് അല്ലെ, സ്കില്ലാണ്, സ്കില്ലും കൂടെ വേണം. സോ അതിനും കൂടെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് പറയാം, മിസ് എനിക്ക് പ്രസന്റ് ചെയ്യണം എന്ന് പറയും. ഓക്കെ, സോ സൈൻ ഔട്ട് പറയാട്ടോ, വൈൻഡപ്പ് ചെയ്യാം. Who's going to sign up for this class? ആരുമില്ല, ഞാൻ തന്നെ സൈൻ ഔട്ട് പറയട്ടെ. ക്ലാസ്സില് എല്ലാവർക്കും താങ്ക്സ്. Okay, so thank you all. See you on the next class. Okay, bye. Thank you, Miss.